ഹേ രാജൻ, ഞാൻ ഭൂലോകം മുഴുവൻ അളന്നു കഴിഞ്ഞു. നമസ്കാരം. മഹാബലിയുടെ വാമനന്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ആകാശമുട്ട വളർന്ന വാമനൻ ഈ ഭൂമിയും സ്വർഗങ്ങളും മഹാബലിയിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, വാമനൻ ഈ ആകാശമുട്ടയൊന്നും വളരുന്നില്ല. പകരം ഒരു തന്ത്രമാണ് പുള്ളി പ്രയോഗിക്കുന്നത്. മഹാബലിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം 3 അടി ഭൂമി ചോദിക്കുന്നു. അത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യര് മഹാബലിയോട് പറയുന്നു, ഇത് കള്ളത്തരമാണ്, ഇദ്ദേഹം വരുന്നിരിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഭൂമി കൊടുക്കരുത്. അഥവാ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം 2 അടിയിലൂടെ തന്നെ ഈ ലോകം മുഴുവൻ കീഴടക്കും, ബാക്കി താങ്കൾക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെ കൊടുക്കാതായാൽ പോലും താങ്കൾക്ക് ശാപവും നരകവും ഉണ്ടാവും. അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മഹാബലി പറയുന്നു, ഏതായാലും ഞാൻ കൊടുക്കുവാൻ സമ്മതിച്ചതാണ്, ഇനി ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല. പറഞ്ഞ പ്രകാരം വാമനോട് അളക്കുവാനായിട്ട് മഹാബലി പറയുന്നു. വാമനൻ തന്റെ ഇടത് കാലുകൊണ്ട് 1 അടി ഉയർത്തുകയും ഭൂമി മുഴുവൻ അളന്നെടുക്കുകയും ചെയ്യുന്നു. 2ാമത്തെ കാലുകൊണ്ട് ആകാശവും സ്വർഗവും അദ്ദേഹം കീഴടക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വാമൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒറ്റ കാൽപാദം ഉയർത്തുന്നതിലൂടെ അദ്ദേഹം മേപ്പോട്ടേക്കാണ് ഉയർത്തുന്നത്, അല്ലാതെ നേരെ ഭൂമിയെ നമ്മൾ അളക്കുന്ന മാതിരിയല്ല. ഇവിടെ അടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാലുകൊണ്ട് അളക്കുവാൻ പറ്റുന്ന ഒരു നിശ്ചിത ഒരു ദൂരം അല്ല, 30 സെന്റിമീറ്റർ അല്ല. അപ്പൊ കാല് ഉയർത്തുന്നതിലൂടെ, മേപ്പോട്ടേക്ക് ഉയർത്തുന്നതിലൂടെ ആ ഉയർത്തിയ ഭാഗം തൊട്ട് അടിവരെയുള്ള അളവിൽ ആ ഒരു ഏരിയയിൽ വരുന്ന ഭൂമിയുടെ മുഴുവൻ ഏരിയയും, അതായത് മഹാബലിക്ക് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കാലിനിടയിലൂടെ കാണാൻ പറ്റുന്ന ആ മുഴുവൻ ഏരിയയും, അതായത് ഭൂമി മുഴുവനും അദ്ദേഹത്തിന്റെ കൈവശപ്പെടുത്തുന്നു. അതായത് നേരെയാണ് അളക്കുന്നതെങ്കിൽ ആ ഒരു അടി മണ്ണ് കിട്ടുള്ളൂ. അതേസമയം മേപ്പോട്ടേക്ക് ഉയർത്തുന്നതിലൂടെ ആ 1 അടി മേൽഭാഗത്തൂടി ആ ഒരു കാണുന്ന ആ ഏരിയ മുഴുവൻ അദ്ദേഹം കയ്യിലാക്കുന്നു. പിന്നീട് പുള്ളി എന്താ ചെയ്യുന്നത്, ശിശിരയും കൂടി കാല് ഉയർത്തുന്നു. ആ 2ാമത്തെ ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ അദ്ദേഹത്തിന്റെ കാലിന്റെ ആ ഉയർത്തിയ ഭാഗത്തിനടിയിൽ നോക്കുമ്പോൾ ബാക്കിലെ ഹിമാലയങ്ങളും മറ്റും കാണാൻ പറ്റും. കാരണം പണ്ട് അത്രയും ദൂരെയുള്ള ഹിമാലയത്തിന് വളരെ പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നിരിക്കും. അപ്പൊ ഈ സ്വർഗം എന്ന് പറയുന്നത് ഈ ഹിമാലയത്തിന്റെ കൈലാസത്തിന്റെ ബാക്കിലാണ് ഈ ഇന്ദ്രന്റെ രാജധാനിയും സ്വർഗവുമെല്ലാം. അതുപോലെ ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ മനുഷ്യർ തന്നെയാണ്, അല്ലാതെ ഈ പറഞ്ഞ തേറ്റയുള്ളതും ദിവ്യങ്ങളായ ഒരു വിചിത്രമായ മനുഷ്യരൊന്നും അല്ല അവർ. നമ്മളെ പോലെ തന്നെ നമ്മുടെ ഓരോ ജാതി ബ്രാഹ്മണര് നായന്മാരൊക്കെ പറയുന്ന മാതിരി പൂർവ്വകാലത്തുണ്ടായിരുന്ന ഒരു വംശമാണ് ഈ ദേവന്മാരും അസുരന്മാരും. ശിവ പ്രജാപതിയുടെ വംശത്തിൽപ്പെട്ടതാണ്. 2 പേരും സഹോദരങ്ങളാണ്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ അസുരന്മാരൊക്കെ എല്ലാവരും കൂടി കൂട്ടി സ്വർഗത്ത് പോയി ആക്രമിക്കാൻ പോകുന്നു, ദേവന്മാരോട് രക്ഷപ്പെടാൻ പാതാളത്തിൽ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇവർ ഈ റോക്കറ്റിലൂടെ ആകാശത്ത് പോകുന്നല്ല ചെയ്യുന്നത്, അത് ഭൂമിയിലൂടെ ഈ പറഞ്ഞ ഹിമാലയം കടന്ന് ആക്രമിക്കുന്നു. അങ്ങനെയാണ്, ഭൂമിയിൽ തന്നെയാണ് ഇതെല്ലാം. ഇനി പാതാളം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദക്ഷിണേന്ത്യയാണ് പാതാളം.
ഈ സ്വർഗത്തിനേക്കാളും സുന്ദരമായ ഏരിയയാണ് ഈ പാതാളം. പാതാളം ഒന്നല്ല, 7 പാതാളമുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, അങ്ങനെ 7 ലാസ്റ്റുള്ളതാണ് പാതാളം. പാതാളം എന്ന് പറയുന്നത് നമ്മുടെ കേരളമായിട്ട് വരും, അല്ലെങ്കിൽ ശ്രീലങ്കയായിട്ട് വരും. അതായത് ഭൂമിയുടെ നമ്മൾ ആ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്ത് നിന്ന് മേൽപോട്ടേക്ക് പോകുന്ന ഭൂലോകങ്ങളും അടിയിലേക്ക് പോകുന്ന പാതാളം. സെയിം നമ്മുടെ ആഫ്രിക്കയും ദക്ഷിണാമേരിക്കയൊക്കെ ഈ പാതാളം ഇതിൽപ്പെടും. ഭൂലോകങ്ങളും സ്വർലോകങ്ങളും ഒക്കെ മേൽഭാഗത്തേക്ക് പെടും. അപ്പൊ അങ്ങനെയാണ് ഈ മഹാബലിയെ വാമനൻ മഹാബലിയിൽ നിന്ന് ഈ പറയുന്ന അളന്ന് സ്ഥലങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പാദം വെക്കാനായിട്ട് പിന്നെ സ്ഥലമില്ല. കാരണം പുള്ളി ആ ഭൂമിയിലെ സ്വർഗങ്ങളും എല്ലാം അളന്നു. ആ കാൽപാദത്തിന് രണ്ടാമത്തെ കാൽപാദത്തിലൂടെ ആ ഹിമാലയത്തിന് ബാക്കിയുള്ള പൂർവ്വലോകങ്ങളും സ്വർലോകങ്ങളും മഹർലോകങ്ങളും എല്ലാം അളന്നു കഴിഞ്ഞു. ഇനി ശുക്രാചാര്യ പറഞ്ഞ മാതിരി അടുത്തത് കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടും, നരകത്തിൽ പോകേണ്ടി വരും. അപ്പം നമ്മുടെ മഹാബലി എന്തെന്ന് വെച്ചാൽ ആ കാൽപാദം എൻ്റെ ശിരസിലേക്ക് വെച്ചാലും എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു. അങ്ങനെ വാമനൻ ആ കാൽപാദം അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെക്കുന്നു. അല്ലാതെ അദ്ദേഹത്തിന് ചവിട്ടി താത്തുന്നില്ല, പാതാളത്തിലേക്ക് ചവിട്ടി താത്തുമല്ല. പാതാളം ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ദക്ഷിണേന്ത്യൻ ഭാഗത്തേക്കാണ് വരുന്നത്. അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് വിടുന്നു. സുതലത്തില് അദ്ദേഹത്തിന്റെ ദ്വാരപാലകൻ എന്ന മൂലം ആണ് മഹാവിഷ്ണു അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും നല്ല ഏരിയയിലേക്കാണ് അദ്ദേഹത്തിനെ വിടുന്നത്. മാത്രമല്ല ഒരു വരവും കൂടി കൊടുത്തു. അടുത്ത മന്വന്തരത്തില് ഇന്ദ്രപദവിയും കൂടി കൊടുത്തു. ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഇതുപോലെ ഒരു പരമ്പരയാണ്. ആരിന്ദ്രനായാലും അദ്ദേഹത്തിന് ഇന്ദ്രൻ എന്ന പദവിയുടെ ഇന്ദ്രൻ എന്ന പേര് കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ലോകം മഹാവിഷ്ണു അളന്നത്. ഈ 3 ലോകം അളന്നുകൊണ്ട് അദ്ദേഹത്തിന് ത്രിവിക്രമൻ എന്ന പേരും കൂടി ലഭിച്ചു.